വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. തിരുനെല്ലി ദേവസ്വത്തിന്റെ സ്ഥിര നിക്ഷേപം തിരിച്ചു നൽകാൻ സാവകാശം തേടി മാനന്തവാടി സഹകരണ ബാങ്കുകളുടെ ഹർജി സുപ്രീം കോടതി തള്ളി. ക്ഷേത്രത്തിന്റെ പണം സഹകരണ ബാങ്കുകളെ സമ്പന്നമാക്കാനുള്ളതല്ലെന്ന്, ക്ഷേത്രപണം ദൈവത്തിൻ്റെതാണെന്നും സുപ്രീം കോടതിയുടെ നിർണായക നിരീക്ഷണം. ജനം ടിവിയാണ് വാർത്ത പുറത്തുകൊണ്ടുവന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപനും വയനാട്ടിൽ നിന്ന് അർജുനും ചേരുകയാണ്. ആദ്യം നന്ദനിലേക്കാണ് പോകുന്നത്. നന്ദൻ, സുപ്രീം കോടതിയുടെ വലിയൊരു മുന്നറിയിപ്പാണ്, കേരള സർക്കാരിനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഇത്. ഈ ശബരിമലയിൽ അടക്കം നമ്മൾ കണ്ടതാണ് ദേവന്റെ പണം ഈ സർക്കാരിന്റെ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നത്. അതിൽ വളരെ കൃത്യമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി. ദേവസ്വത്തിന്റെ സ്ഥിര നിക്ഷേപം സഹകരണ ബാങ്കുകളെ നന്നാക്കാനുള്ളതല്ല എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വിവരങ്ങൾ. നിലിമ, മാനന്തവാടി തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്കുകളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അതായത് തിരുനെല്ലി ക്ഷേത്രത്തിന്, തിരുനെല്ലി ദേവസ്വത്തിന് നൽകുവാനുള്ള പണം തിരികെ നൽകുവാൻ വേണ്ടി സാവധാനം തേടിക്കൊണ്ടാണ് ഇത്തരത്തിൽ മാനന്തവാടി തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്കുകൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് ഈ സർവീസ് സഹകരണ ബാങ്കുകൾക്ക് ലഭിച്ചത്. പ്രധാനമായും ഭക്തർ ഭഗവാന് കാണിക്കയായി സമർപ്പിക്കുന്ന പണം അത് ദേവന്റെ പണമാണ് എന്നുള്ളത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരം പണം, അതായത് ഭക്തർ നൽകുന്ന പണം, അത് ക്ഷേത്രത്തിൻ്റെ പണമാണ്, അത് സഹകരണ ബാങ്കുകളെ സമ്പന്നമാക്കാനുള്ള പണമല്ല എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും കനത്ത തിരിച്ചടി സർവീസ് സഹകരണ ബാങ്കുകൾക്ക് ലഭിച്ചിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ സർവീസ് സഹകരണ ബാങ്കുകൾ, തിരുനെല്ലി അതേപോലെ തന്നെ മാനന്തവാടി സർവീസ് സഹകരണ ബാങ്കുകൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. 2023 മുതൽ നടത്തുന്ന നിയമ പോരാട്ടമാണ്. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം തുടങ്ങിയ കാര്യങ്ങൾ മുന്നിട്ട്, അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തിരുനെല്ലി ദേവസ്വം ഈ സഹകരണ ബാങ്കുകളിൽ കിടക്കുന്ന നിക്ഷേപങ്ങൾ പിൻവലിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. ഏതാണ്ട് 6 കോടി രൂപയോളം വരുന്ന നിക്ഷേപമാണ് തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്കിലുള്ളത്. ഇതിപ്പോൾ പലിശയടക്കം ഏതാണ്ട് 8 കോടി രൂപയായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ നിക്ഷേപം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് തിരുനെല്ലി ദേവസ്വം ഈ സഹകരണ ബാങ്കുകളെ സമീപിച്ചെങ്കിലും ആ പണം എവിടെയാണ് എന്നുള്ള കാര്യം പോലും വ്യക്തമാക്കുവാൻ വേണ്ടി സഹകരണ ബാങ്ക് തയ്യാറായിട്ടില്ല. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് തിരുനെല്ലി ദേവസ്വം ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ സർവീസ് സഹകരണ ബാങ്കുകൾക്ക്, CPM ഭരിക്കുന്ന ഈ സർവീസ് സഹകരണ ബാങ്കുകൾക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സർവീസ് സഹകരണ ബാങ്കിനെ ഈ പണം നിക്ഷേപിക്കുവാൻ വേണ്ടി സമീപിച്ചത്, അല്ലെങ്കിൽ അവിടെ എന്തിനാണ് പണം നിക്ഷേപിച്ചത്, നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട് അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. ഇതിനെ തുടർന്നാണ് പണം പിൻവലിക്കുവാൻ വേണ്ടി തിരുനെല്ലി ദേവസ്വം തീരുമാനിച്ച് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് നീങ്ങിയപ്പോൾ ഈ സഹകരണ ബാങ്ക് കൈയൊഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ പണം തിരികെ നൽകുവാൻ സാവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സർവീസ് സഹകരണ ബാങ്കുകൾ തന്നെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. ദേവന്റെ പണം ദേവന് തന്നെയാണ്, ക്ഷേത്രത്തിൻ്റെ തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. സ്വാഭാവികമായും ഇത് മറ്റ് സ്ഥാപനങ്ങൾക്ക്, മറ്റ് ക്ഷേത്രങ്ങൾക്കും ഇത്തരം ഹൈന്ദവ സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമാണ് എന്നുള്ളതാണ്. ഈ CPM ഭരിക്കുന്ന ചില, അല്ലെങ്കിൽ സർവീസ് സഹകരണ ബാങ്കുകൾ, അവിടെ ഇത്തരം ക്ഷേത്ര ഭരണ സമിതികളെ പ്രാദേശികമായി അവരെ സ്വാധീനിച്ചും മറ്റും അർജുൻ കൂടി വയനാട്ടിൽ നിന്നും ചേരുന്നുണ്ട്. അർജുൻ, നമ്മൾ നിരന്തരം ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിരുന്നു. ഈ ക്ഷേത്രത്തിന് അവകാശപ്പെട്ട, ദേവന് അവകാശപ്പെട്ട സ്വത്ത് സഹകരണ ബാങ്കിൽ അവരുടെ രാഷ്ട്രീയ ഉപയോഗങ്ങൾക്കായി, രാഷ്ട്രീയ അജണ്ടകൾ മുൻനിർത്തിക്കൊണ്ട് ആ സഹകരണ ബാങ്കിൽ സൂക്ഷിക്കുന്ന ഒരവസ്ഥ, തിരിച്ചു ചോദിച്ചിട്ടും തരുന്നില്ല. ജനം TVയെ സംബന്ധിച്ച് വളരെ അഭിമാനാർഹമായ ഒരു ഫോളോ അപ്പാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായും നീലിമ, നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. അതായത് ഇത്തരത്തിലുള്ള പണങ്ങളൊന്നും, അമ്പലങ്ങളിലെ പണങ്ങൾ, ക്ഷേത്രങ്ങളിലെ പണങ്ങളൊന്നും ഇത്തരത്തിൽ സഹകരണ ബാങ്കുകളിൽ ഇടാൻ പാടില്ല എന്നുള്ള ഒരു വിധി നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞതാണ്. അതിനുശേഷമാണ് പിന്നീട് ഇത്തരത്തിൽ തുക മാറ്റുവാൻ വേണ്ടി അമ്പലങ്ങളിലെ ഭാരവാഹികൾ അടക്കം ആവശ്യപ്പെട്ടത്. പക്ഷേ തുടർന്ന് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് നിസ്സംഗമായിട്ടുള്ള ഒരു മറുപടിയാണ് ലഭിച്ചത്. ഒരു കൃത്യമായ ഒരു മറുപടി അവരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കാത്തതിനെ തുടർന്ന് പിന്നീട് വീണ്ടും ഹൈക്കോടതിയിലേക്ക് പോവുകയും അതിനെ തുടർന്ന് ഇവരോട് കൃത്യമായി തന്നെ ഈ പണം തിരികെ എടുക്കണമെന്നും അതുപോലെ തന്നെ മറ്റ് ബാങ്കുകളിൽ നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യണമെന്നുള്ള
നിർദ്ദേശം നൽകുകയും ചെയ്തു. പക്ഷേ ആ ഒരു സമയത്ത് തന്നെ ഇവർ പിന്നീട് ഒരു മാസം കഴിഞ്ഞിട്ട്, അതായത് 2023 ആദ്യമായി തുക തിരുനെല്ലി ക്ഷേത്രം ആവശ്യപ്പെട്ടത്. പക്ഷേ ആ സമയത്തടക്ക തൊട്ട് ഇതുവരെയും ഇവർ തുക നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു വസ്തുത. മാത്രമല്ല തൃശ്ശിലേരി ബാങ്കിലും തൃശ്ശിലേരി അമ്പലവും ഇത്തരത്തിൽ തന്നെ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ഇവർ തിരികെ നൽകാൻ അന്ന് തയ്യാറായിരുന്നില്ല. നമുക്ക് ചെറിയൊരു കണക്ക് പരിശോധിക്കാം. അതായത് തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്ക് നൽകാനുള്ളത് 6 കോടി രൂപയാണ്. അതിൽ 6 കോടി രൂപയാണ് അവിടെ നൽകാനുള്ളത്. മാത്രമല്ല സൊസൈറ്റി ബാങ്കിൽ, അർബൻ സൊസൈറ്റി ബാങ്കിൽ 40 ലക്ഷത്തിലധികം രൂപ, അതായത് 1,40,00,000 രൂപയാണ് മാനന്തവാടി കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി നൽകാനുള്ളത്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് റൂറൽ സൊസൈറ്റി ബാങ്കിൽ 20 ലക്ഷം രൂപ, അതുപോലെ തന്നെ പനമരം മൂപ്പണ ബാങ്കിൽ 3.5 ലക്ഷം രൂപ. അത്തരത്തിൽ നിരവധി തുകയാണ് ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെതായിട്ട് ഉള്ളത്. ഇവയെല്ലാം ഈ 5 ബാങ്കുകളാണ്. ഈ 5 ബാങ്കുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് CPM-ന്റെ നേതൃത്വത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭക്തർ പരമാവധി പലതവണ ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. മാത്രമല്ല ക്ഷേത്രം ഭാരവാഹികളൊക്കെ ഇതേക്കുറിച്ച് ചോദിക്കുകയും ഹൈന്ദവ സംഘടനകളൊക്കെ ഇതിൽ ഇടപെടുകയും ചെയ്തിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു മറുപടിയും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. ഹൈക്കോടതി വിധിയെ അടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഒക്കെ പ്രവൃത്തി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് മറ്റൊരു വാർത്ത നമ്മൾ പുറത്തുവിട്ടത്. അതായത് വള്ളൂർക്കാവ് അമ്പലത്തിലെ ചന്ദനമോഷണം അടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഇത്തരത്തിൽ അമ്പലങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് ഭരണം നടത്തുക എന്നുള്ളതാണ് CPM-ന്റെ പ്രധാനമായിട്ടുള്ള ഇപ്പോഴുള്ള വസ്തുത എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം തന്നെ ഈ പണം എത്രയും പെട്ടെന്ന് തന്നെ ഈ സഹകരണ ബാങ്കിൽ നിന്ന് എടുക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ക്ഷേത്രത്തിന്റെ പണം അല്ലെങ്കിൽ ഭഗവാന്റെ പണം ഭഗവാന് തന്നെ ഉള്ളതാണ്. അത് സഹകരണ ബാങ്കിൽ അതെ അർജുൻ, ഭഗവാന്റെ പണം ഭഗവാന് തന്നെ അർഹതപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണ്. അതിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾക്ക് ഒരു പങ്കുമില്ല. അത് കൈക്കലാക്കാനും അവകാശമില്ല. CPM-ന് വലിയ മുന്നറിയിപ്പാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. എസ് നന്ദഗോപനും അർജുനുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.